ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ തീരുമാനിച്ചിറങ്ങും. എന്താണത്? ലൂത്ത് നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്തതായ ഷദ്ദൂമി എന്ന നാട് ഇപ്പോൾ അത് ഇസ്രായേലിലുള്ള ചാവ് കടലുള്ള ഭാഗത്താണ്. ചാവ് കടലുള്ള ഭാഗമാണത്. ആ ഭാഗത്താണ് ഷദ്ദൂമി എന്ന നാട്. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പണ്ട് ജീവിച്ചിരുന്നു. ആ നാട്ടുകാരുടെ പ്രവർത്തനം എന്തായിരുന്നു? പുരുഷ ബന്ധം അഥവാ ഇസ്ലാം വിരോധിച്ചതായ, കഴുത വരെ ചെയ്യാത്തതായ, മനുഷ്യന്മാർ ആ കാലഘട്ടം വരെ ചെയ്തിട്ടില്ല എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നതായ ഒരു മഹാപാപമായിരുന്നു അവർ ചെയ്തിരുന്നത്. ഇന്നക്കും ലതഅ്തൂന റിജാല ശഹ്വത്തൻ മിൻ ദൂനിൻ നിസാ, സ്ത്രീകളെ ഒഴിവാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുരുഷന്മാരിലേക്ക് ചെല്ലുക എന്ന നീച നികൃഷ്ട സ്വഭാവം, അഖ്ലാഖ് അവരിൽ ഉടലെടുത്തതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് മാത്രം നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കണം, തൗഹീദ് ഉൾക്കൊള്ളണം, എന്നിട്ട് ആ തൗഹീദിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന നീച നികൃഷ്ട പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ അവരത് കൂട്ടാക്കിയില്ല. തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ചെയ്യുന്നതായ ജോലി ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് നീ നിന്റെ പാട്ടിന് പോ ലൂത്തേ, നീ ഇവരെ നല്ല ആളായി ഇപ്പോൾ ഞങ്ങൾക്ക് ഉപദേശം ചെയ്യാൻ വേണ്ടി വരണ്ട, നീ ശുദ്ധനായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഞങ്ങളൊക്കെ ശുദ്ധന്മാർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെ പ്രയാസപ്പെട്ട് അവസാനം അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു. എന്ത്? അവരെ നശിപ്പിക്കാൻ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് മഹാത്മാക്കളായ മലക്കുകൾ മനുഷ്യകോലത്തിൽ വന്നപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പെട്ടെന്ന് മനസ്സിലാക്കിയത് മനുഷ്യന്മാരാണ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിഥികൾക്ക് വേണ്ടി ഒരു വലിയ പശുവൊക്കെ അറുത്തിട്ട് പാകം ചെയ്തിട്ട് അവരുടെ മുമ്പിൽ സമർപ്പിച്ച രംഗങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ആ മഹായാത്രയിൽ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ആ മലക്കുകൾ പറഞ്ഞതാണ്, ഞങ്ങൾ വന്നത് അതിന് വേണ്ടിയല്ല, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് കുട്ടിയെ അള്ളാഹു നൽകാൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത നൽകാനും അപ്രകാരം തന്നെ ഇവിടെ തൊട്ട് നിൽക്കുന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടുകാരെ നശിപ്പിക്കാനും വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്നവർ പറയുകയുണ്ടായി. അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് അവർ ചെന്നപ്പോൾ, മലക്കുകൾ ചെന്നപ്പോൾ മനുഷ്യന്മാരുടെ കോലത്തിലാണ്, നല്ല സുന്ദരന്മാരായ പുരുഷന്മാരാണ്. കണ്ടപ്പോൾ അവരെല്ലാം ഇവരിലേക്ക് കുതിച്ചു. അപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് പ്രയാസമുണ്ടായി. നിങ്ങൾക്ക് എൻ്റെ മക്കളെ കെട്ടിച്ചു തരാം, നിങ്ങൾ എന്തിനാണ് ഈ തോന്നിവാസത്തിലേക്ക് ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കി. എൻ്റെ അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത് എന്നൊക്കെ മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നോക്കി, കൂട്ടാക്കിയില്ല. പക്ഷേ മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ ബേജാറാക്കേണ്ടതില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ഇവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ സമാധാനിപ്പിച്ചു. ഖാലു, മലക്കുകൾ പറഞ്ഞു, യാ ലൂത്ത്, ഏ ലൂത്ത് നബിയെ, ഇന്ന റുസുലു റബ്ബിക, അള്ളാഹുവിൻ്റെ മുർസലുകളാണ് ഞങ്ങൾ. ലൻ യസ്ലു ഇലൈക, അവർക്ക് നിങ്ങളെ പ്രയാസപ്പെടുത്താനോ ഞങ്ങളിലേക്ക് വരാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫഅസ്രി ബിഅഹ്ലിക ബിഖത്അൻ മിനൽ ലൈൽ, രാത്രിയുടെ ചില ഭാഗങ്ങൾ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിയിൽ പുറപ്പെടാൻ തീരുമാനിച്ചോ, നിങ്ങൾ ഒരുങ്ങിക്കോ. വലാ യൽതഫ്, നമ്മുടെ വിഷയം, വലാ യൽതഫിത് മിൻകും അഹദ്, ആരും ബേക്കോട്ട് നോക്കരുത്, ആരും ബേക്കോട്ട് നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയുമായിട്ട് ഇവിടുന്ന് പുറത്തു പോവുക. ഈ നാട്ടിൽ നിന്നിട്ട് അദാബർഗെന്ന സ്ഥലത്തിൽ നിന്നിട്ട് സ്ഥലം വിടുക. അദാബർഗെന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കാൻ പാടുള്ളതല്ല. നിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അദാബർഗുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാനും പാടുള്ളതല്ല. നിങ്ങൾ പോയിക്കോ, ബേക്കോട്ട് നോക്കുകയും ചെയ്യരുത്. വലാ യൽതഫിത മിൻകും അഹദുൻ ഇല്ല ഇംറഅതുക ഇന്നഹു മുസീബുഹാ മാ അസാബഹും ഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ സുബ്ഹു ബിഖരീബ്. ഇത് സൂറത്ത് ഹൂദിലാണ്. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുകയാണ്, ഫഅസ്രി ബിഅഹ്ലിക ബിഖത്അൻ മിനൽ ലൈൽ വത്തബി അദ്ബാറഹും, അവരുടെ ബാക്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. അവരുടെ കുടുംബം, അവരുടെ ഒരു ഭാര്യ വാക്ക് പാലിക്കാത്ത ലൂത്ത് നബിയുടെ ഖൗമിന്റെ പിഴച്ചവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണ്. അവരെ നശിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചതാണ്. ആരോടുകൂടി? നശിപ്പിക്കുന്നവരോടൊപ്പം. പക്ഷേ വിശ്വസിച്ച കുടുംബമുണ്ട്, ഒരു വീട്ടുകാർ. ആ വീട്ടുകാരെ കൂടെ കൊണ്ടുപോകാൻ അവിടെ ഒരു വീട്ടുകാരെ എത്തിച്ചിട്ടുള്ളൂ, ബാക്കി ആരും മോമിനികൾ ഉണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ പറയുന്ന ശൈലിയുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹ് ചർച്ച ചെയ്തപ്പോൾ. അങ്ങനെ അവരെയും കൊണ്ട് നിങ്ങൾ ആ മേഖലയിൽ നിന്നിട്ട്, ആ ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ ബേക്കോട്ട് നോക്കരുത്. അതേസമയത്ത് നിങ്ങൾ അവരുടെ ബേക്കിൽ നടക്കുക. ആരുടെ? നിങ്ങളുടെ കുടുംബക്കാരുടെ ബേക്കിൽ നടക്കുക. അവരും ബേക്കോട്ട് നോക്കാതിരിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും, ശ്രദ്ധിക്കാൻ വേണ്ടി. നിങ്ങൾ അവരുടെ ബേക്കിൽ നടക്കുക. അള്ളാഹ് പറയാണ്, എന്ത് ഒത്തബി അദ്ബാറഹും, നിങ്ങൾ അവരുടെ ബേക്കിൽ നടക്കുക. അവരും പിന്തിരിഞ്ഞു നോക്കരുത്, അവരും മുന്നോട്ട് കുതിക്കട്ടെ, ബേക്കോട്ട് അദാബർഗുന്നത് കാണാതിരിക്കട്ടെ. വലാ യൽതഫിത് മിൻകും അഹദ്, നിങ്ങൾ എന്നിട്ട് ആരും പിന്നോട്ട് നോക്കിപ്പോകരുത്. കൽപ്പിക്കപ്പെടുന്ന ഭാഗത്തിലേക്ക് നിങ്ങൾ ചലിക്കുക എന്ന് റബ്ബുൽ
റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുകയുണ്ടായി. അപ്പോൾ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് ബേക്കോട്ട് നോക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ബേക്കോട്ട് നോക്കാൻ പാടില്ല. നിസ്കാരത്തിൽ ബേക്കോട്ട് നോക്കലില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദഅവത്ത് മേഖലയിൽ ബേക്കോട്ട് നോക്കലില്ല. എന്താ ഇവിടെ വിജയില്ലേ? ഇയാൾ സ്വീകരിച്ചില്ലല്ലോ, ഇയാൾ വാക്ക് പാലിച്ചില്ലല്ലോ, ഇയാൾ എന്നോട് നിസ്കരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എന്നോട് പോടോ അവിടെ നിന്ന് പറഞ്ഞ് ആക്ഷേപിച്ചല്ലോ, എന്നാൽ അത് വേണ്ട, മൂപ്പരെ വിളിക്കുന്ന വേണ്ട, അവർ കാട്ടുപോലെ കാട്ടട്ടെ, അത് പറ്റൂല. അവൻ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കാതിരിക്കട്ടെ, അവൻ നിന്റെ വാക്ക് അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങട്ടെ മടങ്ങാതിരിക്കട്ടെ, നിന്റെ ബാധ്യത നീ നിർവഹിച്ചു കൊണ്ടേയിരിക്കുക. നിനക്ക് നിന്റെ ഗ്രേഡ് പൊങ്ങുന്നുണ്ട്, നിന്റെ പദവി ഉയർന്നുണ്ട്, നിന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ നബിമാരുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്, നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിനക്ക് എത്ര അടി കൊണ്ടോ, എത്ര ഇടി കൊണ്ടോ, എത്ര ഏറ് കൊണ്ടോ, എത്ര ചീത്ത കൊണ്ടോ, എത്ര ആക്ഷേപം കൊണ്ടോ, അപ്പോഴെല്ലാം നിന്റെ പദവി ഇങ്ങനെ ഉയരുകയാണ്, നിന്റെ സയ്യാത്തുകൾ ദോഷങ്ങൾ വീഴുകയാണ്, നിന്റെ ഹസനാത്തുകൾ പദവികൾ ഉയരുകയാണ്, നിന്റെ സൽക്കർമ്മങ്ങൾ കൂടി കൂടി വർദ്ധിച്ചു വരികയാണ്. പിന്നെ എന്ത് വേണം നിനക്ക്? അതുകൊണ്ട് ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കുക, പിന്തിരിഞ്ഞോടുക, ഇൻസൾട്ടാക്കി അല്ലെങ്കിൽ ഇനി വേണ്ട എന്ന് വെച്ച് കളയുക, ഇനി ഇത് വേണ്ട, ഈ ജോലി വേണ്ട എന്ന് വെച്ച് കളയുക, അത് ദഅവത്ത് മേഖലയിൽ പാടില്ല എന്ന് മക്ക ഇമാമ് എന്ന് ഊതി പറഞ്ഞ ഭാഗമാണ്. ഇതുവരെ ഞാൻ പറഞ്ഞ ലൂത്ത് നബിയുടെ കഥ, ഇത് ഇൽത്തിഫാത്ത് എന്ന വിഷയം അതിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഖുർആനിൽ തന്നെ ആയത്തുണ്ടല്ലോ, അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഹൃദയത്തിൽ സ്ഥലം പിടിക്കാൻ നല്ലതാണ് എന്നതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. ഈ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കപ്പെട്ട നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇറക്കിയതായ മലക്കുകൾ വന്നിട്ട് അവരെ നശിപ്പിച്ച ശൈലി, അവരുടെ നാടിനെ ശക്തന്മാരാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളൊക്കെ ശക്തന്മാരാണ്. അവരുടെ ഭൂമിയെ പത്തിരി ചുടും പോലെ പറിച്ചെടുത്തിട്ട് മീതെയുള്ള ഭാഗം താഴെയുള്ള ഭാഗമാക്കിയതാണ്. താഴെയുള്ള ഭാഗമാക്കുന്നതിന് മുമ്പ് മീതെ പൊക്കിയത് വരെ മീതെയുള്ളതായ ആകാശങ്ങളിലുള്ള മലക്കുകളുടെ അക്ലാമുകളുടെ ചലനങ്ങളെ കേൾക്കുന്നത്ര വരെ പൊക്കപ്പെട്ടു എന്നാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, അങ്ങനെ നശിപ്പിച്ചതായ നാട് ഇപ്പോഴും ആ സ്ഥലം അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ആ സ്ഥലത്തിലുള്ളതായ വെള്ളത്തിൽ മീന് ജീവിക്കുകയില്ല. നാം അവിടെ ഇറങ്ങുകയാണെങ്കിൽ നാം മുങ്ങുകയില്ല, നാം മീതെ നിൽക്കും, ആ വെള്ളത്തിൻ്റെ മീതെ, താഴെ മുങ്ങുകയില്ല. എന്തുകൊണ്ട്? അത് പ്രകൃതിക്ക് വിപരീതമായിട്ട്, സാധാരണ ഭൂമിയിലുള്ള പ്രകൃതിക്ക് വിപരീതമായിട്ട് ഭൂമിയുടെ അടിഭാഗം മേൽഭാഗമായതാണ് എന്നതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ ആ കഴിവ് കൽപ്പ് ഇന്ന് വരെ ലോകം കാണുന്നു, ഖിയാമത്ത് നാൾ വരെ കാണുന്നു. നിങ്ങൾ അവിടെ പോകുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് പാഠമില്ലേ? എന്നൊക്കെ മക്കക്കാരോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയിട്ടുമുണ്ട്. അതിൽ നമുക്ക് പാഠവുമുണ്ട്.